Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. Polynomialsന്റെ second topic ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Geometrical meaning of the zeros of a polynomial. Simply പറഞ്ഞു കഴിഞ്ഞാൽ graphs of polynomials. അതായത് നമ്മൾ ഇന്നലെ ലീനിയർ പോളിനോമിയൽ കണ്ടു, അതിൻ്റെ ഡിഗ്രി എന്താണെന്നുള്ളത് പറഞ്ഞു, സീറോസ് ഓഫ് ദ പോളിനോമിയൽ പറഞ്ഞു, അതുപോലെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ, അതിൻ്റെ ഡിഗ്രിയും സീറോസും ഒക്കെ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഇതിനെ ഗ്രാഫുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലീനിയർ പോളിനോമിയലിൻ്റെ നോക്കാം. ഗ്രാഫ് ഓഫ് ലീനിയർ പോളിനോമിയൽ. ഗ്രാഫ് ഓഫ് എ ലീനിയർ പോളിനോമിയൽ. ഇത് ശരിക്കും നിങ്ങൾ ഓൾറെഡി 9th പഠിച്ചതാണ്. നമ്മൾ ലീനിയർ പോളിനോമിയലിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പി ഓഫ് എക്സ് ഈക്വൽ ടു അതിൻ്റെ ജനറൽ ഫോം എ എക്സ് പ്ലസ് ബി വെയർ എ നോട്ട് ഈക്വൽ ടു 0. എന്നാലും നമ്മൾ എല്ലാ പോളിനോമിയൽസിൻ്റെയും ജനറൽ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ഒരു ലീനിയർ പോളിനോമിയൽ നമ്മൾ എ എക്സ് പ്ലസ് ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, വേറെ എ നോട്ട് ഈക്വൽ ടു 0. ഇനി ഇതിൻ്റെ ഗ്രാഫ് കറസ്പോണ്ടിങ് ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഞാൻ പി ഓഫ് എക്സ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാനായിട്ട് എന്താ വേണ്ടത്? എക്സിൻ്റെയും വൈയുടെയും കറസ്പോണ്ടിങ് വാല്യൂ വേണം അല്ലേ? എക്സിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടുള്ള കറസ്പോണ്ടിങ് വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് അത് എക്സ് വൈ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യും. അങ്ങനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പം ഞാനിതിനെ ലെറ്റ് വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എയും ബിയും ഒക്കെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പം ഞാൻ എക്സിന് കൊടുക്കുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വൈ കിട്ടും. അങ്ങനെ ഒരു 2-3 വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേബിളൊക്കെ വരച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. ലെറ്റ് വൈ ഈക്വൽ ടു, ഒരു എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നത് y ഇസ് ഈക്വൽ ടു 2x പ്ലസ് 3. y ഈക്വൽ ടു 2x പ്ലസ് 3 എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഞാൻ കൺസിഡർ ചെയ്തു, ഒരു ലീനിയർ പോളിനോമിയൽ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ എക്സ് എഴുതും, താഴെ y എന്ന് പറയുന്നത് എന്താ? 2x പ്ലസ് 3. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 2-3 വാല്യൂസ് കണ്ടുപിടിക്കും അല്ലേ? എക്സ് വൈ. ഇപ്പം ഞാൻ എക്സിന് ഞാൻ -2 എന്നുള്ള വാല്യൂ കൊടുക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y എന്ത് കിട്ടും? എക്സിന് -2 കൊടുത്തു കഴിഞ്ഞാൽ 2 × -2 -4 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ -1. അല്ലെങ്കിൽ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാലോ? 0 കൊടുത്തു കഴിഞ്ഞാൽ 2 × 0 0, 0 പ്ലസ് 3 3, 0 3. അടുത്തത് എക്സിന് 2 എന്നുള്ള വാല്യൂ കൊടുക്കാം. 2 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ 2 2s are 4, 4 പ്ലസ് 3 7. ഇപ്പോൾ ഞാൻ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ വൈക്ക് 3 വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഈ വാല്യൂസ് എല്ലാം ഈ എക്സ് വൈ പ്ലെയിനിലേക്ക് നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ എക്സ് -2 വന്നപ്പോൾ y -1. അപ്പോൾ എവിടെയായിരിക്കും വരുന്നത്? എക്സ് -2, വൈയുടെ നേരെ -1 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് വരും അല്ലേ? -2 -1. ഈ പോയിന്റ് ഞാൻ ക്രോസ് ചെയ്തു. അടുത്തത് 0 3, എക്സ് 0 വന്നപ്പോൾ y 3. അപ്പോൾ ഈ പോയിന്റ് വരും 0 3. അടുത്തതോ 2 7, എക്സ് 2 വന്നപ്പോഴേക്കും y 7. അപ്പോൾ ഇവിടെ വരും 2 7. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് മൂന്നും കൂടെ, ഈ 3 പോയിന്റ്സും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാം. ഈ 3 പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന പോലെ ഒരു ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാഫ് എന്താ? ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? അതായത് ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഏതാ? y ഈക്വൽ ടു 2x പ്ലസ് 3. y ഈക്വൽ ടു 2x പ്ലസ് 3 എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ നമുക്ക് ഈ 3 പോയിന്റ്സും കൂടെ ജോയിൻ ചെയ്തപ്പോഴേക്കും കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മൾ കൺസിഡർ ചെയ്ത പോളിനോമിയൽ ഏതായിരുന്നു? ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് നമുക്ക് എന്താ കിട്ടിയത്? സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഏത് ലീനിയർ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതിനെ നമ്മൾ എക്സ് വൈ പോയിന്റ്സ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എപ്പോഴും എന്തായിരിക്കും? ഇറ്റ്സ് ഓൾവേസ് എ സ്ട്രെയിറ്റ് ലൈൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഈ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസിനെ എവിടെ കട്ട് ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിയേ, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എക്സ് ഡാഷ് എന്ന് പറയുന്നതാണ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ആ എക്സ് ആക്സിസിനെ നോക്കി ഈ ഒരു പോയിന്റിൽ കട്ട് ചെയ്തേക്കുന്നുണ്ടോ? അപ്പം നമുക്കറിയാം ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ സീറോസിൻ്റെ എണ്ണം എത്രയാ? ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി 1 ആണ്. അതുകൊണ്ട് തന്നെ അതിന് എത്ര സീറോസേ ഉണ്ടാവുള്ളൂ? only 1 0. അപ്പോഴേക്കും അതായത് ഇപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് പോളിനോമിയൽ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി. ഇന്നലെ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. ഒന്നുകൂടി ഞാനത് പറയാം. അപ്പം ഇതിൻ്റെ 0 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പി ഓഫ് എക്സിനെ 0 ഡിക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ. അപ്പോൾ എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0. അപ്പോൾ അവിടുന്ന് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? -b/a എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് ഈ ഗ്രാഫുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈൻ എക്സ് ആക്സിസിന് ഒരു പോയിന്റ് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റിൽ അത് കട്ട് ചെയ്തേക്കുന്നത്. ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? അതായത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ എന്ന് പറയുന്നത് y ഈക്വൽ ടു 2x+3 അല്ലേ? അപ്പം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2x+3 എന്ന് പറയുന്ന പോളിനോമിയൽ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ 0 കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 2x+3 നമുക്ക് 0 ഡിക്വേറ്റ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ എന്താ? 2x ഈക്വൽ ടു -3 ഓർ x is ഈക്വൽ ടു -3/2. -3/2 എന്ന് പറഞ്ഞാൽ -1.5 എന്ന് വരും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും -1ൻ്റെയും -2ൻ്റെയും കറക്റ്റ് നടുക്കല്ലേ ലൈൻ പാസ് ചെയ്ത് പോയേക്കുന്നത്. അതായത് ഈ പോയിന്റ് എനിക്ക് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? പറഞ്ഞ പോലെ -3/2 y കോർഡിനേറ്റ് എന്താ? 0 എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോഴേക്കും അതിനെ നമ്മൾ പോയിന്റ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു പോയിന്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? XY കോർഡിനേറ്റ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് -3/2, y കോർഡിനേറ്റ് ഇവിടെ എക്സ് ആക്സിസിലായതുകൊണ്ട് 0 വരും. അപ്പോൾ നമുക്ക് ഈ പോളിനോമിയലിൻ്റെ 0 അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? -3/2. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ലൈൻ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നത് ഏത് പോയിന്റിലാണ്? -3/2 0. അതായത് ഒരു ലീനിയർ പോളിനോമിയലിലെ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈൻ ഉറപ്പായിട്ടും എക്സ് ആക്സിസിന് ഒരു പോയിന്റിൽ കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ഓഫ് ദാറ്റ് പോളിനോമിയൽ. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ആ പോയിന്റ്, അതായത് അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആ പോളിനോമിയലിന്റെ കറസ്പോണ്ടിങ് 0 ഓഫ് ദ പോളിനോമിയലും ആയിരിക്കും. അടുത്തത് ഞാനിവിടെ വേറൊരു പോളിനോമിയൽ, ലീനിയർ പോളിനോമിയൽ കൺസിഡർ ചെയ്തു. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x - 5. ഇനി നമുക്ക് ഇതിന്റെ 0 എന്തായിരിക്കും വരുന്നത്? 0 കണ്ടുപിടിക്കാനായിട്ട് 2x - 5 ഈക്വൽ ടു 0. സോ x is ഈക്വൽ ടു 5/2. -5 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +5 ആവും. ദെൻ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5/2. അപ്പോൾ നമുക്ക് 0 ഓഫ് ദ ഗിവൺ പോളിനോമിയൽ 5/2 കിട്ടി. ഇനി ഈ ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് അത് തന്നെയാണ് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യാവേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിനെ ലെറ്റ് y ഈക്വൽ ടു 2x - 5 എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. ഇതിൻ്റെ 2 പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ടോ xy എക്സിന് ഞാൻ 1 കൊടുത്തു. 1 കൊടുക്കുമ്പം 2 - 5 ദറ്റ് ഈസ് -3. ഇനി അടുത്തത് എക്സിന് ഞാൻ 4 കൊടുക്കുമ്പോൾ 8 - 5 ദറ്റ് ഈസ് +3. 2 പോയിന്റ് മതി നമുക്ക് വരയ്ക്കാനായിട്ട്. സോ ഇനി ഇത് പ്ലോട്ട് ചെയ്യാം നമുക്ക്. x1 വന്നപ്പോൾ y -3. അപ്പോൾ 1 - 3 എന്ന് പറയുന്നത് 1 - 3 ഇവിടെ വരും അല്ലേ. അടുത്തത് 4 3. 4 ആയപ്പോഴേക്കും 3. 4ൻ്റെ എക്സിൽ 4ൻ്റെ നേരം വൈയുടെ 3യുടെ നേരം വരുമ്പോൾ ഇവിടെ വരും. ഇനി എന്ത് ചെയ്യേണ്ടത്? ഇത് ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് ഏതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? y ഈക്വൽ ടു 2x - 5 എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫാണ്. ക്ലിയർലി ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി നമുക്ക് എന്തുകൂടെ ചെക്ക് ചെയ്യേണ്ടത്? ഇത് എക്സ് ആക്സിസിൽ ഈ ലൈൻ ഒരു പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർലി ഇതൊരു പോയിന്റ് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് ഏതായിരിക്കണം? ഈ 5/2 ആയിരിക്കണം അല്ല, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 5/2 ആയിരിക്കണം. ചെക്ക് ചെയ്യാം നമുക്ക്. ഇവിടെ നോക്കിയേ 2ൻ്റെയും 3ൻ്റെയും കറക്റ്റ് മിഡ് പോയിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഗ്രാഫ് പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇവിടെ ഇതിപ്പം വെറുതെ ഇപ്പം നമ്മളിങ്ങനെ വരച്ചപ്പോഴും നോക്കി 2ൻ്റെയും 3യുടെയും നടുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഇതേത് പോയിന്റ് വരുന്നപ്പം 2.5 അല്ലേ. 2.5, y കോർഡിനേറ്റ് അവിടെ 0 ആയിരിക്കും. എക്സ് ആക്സിസിലെ എക്സ് കോർഡിനേറ്റിന് വാല്യൂ കാണും, y കോർഡിനേറ്റ് അവിടെ ഓൾവേസ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് 2.50 എന്ന് കിട്ടി. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 2.5 എന്ന് പറയുന്നതാണ് 5/2 0. അപ്പോൾ നോക്കിയേ ഈ ലൈൻ എക്സ് ആക്സിസിനെ കട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് 5/2 0ലാണ്. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരുന്നു? 5/2. അത് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ പോളിനോമിയലിൻ്റെ 0യും കിട്ടിയത്. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്? ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. അതുപോലെ തന്നെ ആ സ്ട്രെയിറ്റ് ലൈൻ ഒരു പോയിന്റിൽ എക്സ് ആക്സിസിന് ഒരു പോയിന്റിൽ അത് കട്ട് ചെയ്യും. ആ പോയിന്റ് എന്ന് പറയുന്നതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ഓഫ് ദാറ്റ് പോളിനോമിയൽ. അടുത്തത് ഗ്രാഫ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. എന്തുവായിരുന്നു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്? പി ഓഫ് എക്സ് ഈക്വൽ ടു ax² പ്ലസ് bx പ്ലസ് c വേർ a നോട്ട് ഈക്വൽ ടു 0. ax² പ്ലസ് bx പ്ലസ് c എന്നായിരുന്നു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ. അവിടെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2. ഇനി ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മളൊരു പോളിനോമിയൽ എടുത്തിരിക്കുകയാണ്. x² മൈനസ് 3x മൈനസ് 4. ഏതാണ് പോളിനോമിയൽ? x² മൈനസ് 3x മൈനസ് 4. ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി ഇതിനെ പ്ലോട്ട് ചെയ്യേണ്ടതുകൊണ്ട് ലെറ്റ് y ഈക്വൽ ടു x² മൈനസ് 3x മൈനസ് 4 എന്ന് എടുത്തു. ഇവിടെ എന്താ ചെയ്യുന്നത്? നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ y ഈക്വൽ ടു ax പ്ലസ് b എന്ന് എടുത്ത പോലെ തന്നെയാണ് ഇവിടെ y ഈക്വൽ ടു
ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എടുത്തത്. ഇനി എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ കുറച്ച് കൂടുതൽ വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് എപ്പോഴും അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം പോയിന്റ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എക്സിന് -2 എടുത്തു. ആ -2 എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുക. അതായത് -2 the whole square, -3 × -2 -4. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6 കിട്ടും. റെസ്പെക്റ്റീവ്ലി -1 കൊടുക്കുമ്പോൾ 0, 0 കൊടുത്തപ്പോൾ -4 കൊടുത്തോ, 0 കൊടുക്കുമ്പോഴേക്കും 0, -0, -4, അപ്പം -4. 1 കൊടുത്തപ്പോൾ -6, 2 കൊടുത്തപ്പോഴേക്കും -6, 3 കൊടുക്കുമ്പോഴേക്കും -4, 4 കൊടുത്തപ്പോഴേക്കും 0, എക്സിന് 5 എന്നുള്ള വാല്യൂ കൊടുത്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y 6 കിട്ടി. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ ഈ ഗ്രാഫ് പേപ്പറിൽ മാർക്ക് ചെയ്തിരിക്കുക. എക്സിന് -2 കൊടുക്കുമ്പോഴേക്കും എക്സ് -2 കൊടുത്തപ്പോഴേക്കും y എന്തായിരുന്നു? 6 ആണ്. അപ്പോൾ -2, 6 നോക്കി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇനി -1, 0, എക്സ് -1 കൊടുക്കുമ്പോൾ ഇതാണ് -1, എക്സ് -1 കൊടുക്കുമ്പോൾ y കിട്ടിയത് ഏതാ? 0. അപ്പോൾ ആ പോയിന്റ് ഇത് തന്നെയാണ് വരുന്നത്. അടുത്ത 0 കൊടുത്തപ്പോൾ എക്സ് 0 വന്നപ്പോൾ y -4. അപ്പോൾ 0 -4 എന്ന് പറയുമ്പോൾ കണ്ടോ ഇവിടെ വന്നിരിക്കുന്നുണ്ടോ 0 -4. 1 കൊടുത്തപ്പോൾ -6, എക്സിന് 1 കൊടുക്കുമ്പോൾ -6. അപ്പോൾ അതും y ആക്സിസിൽ താഴെയാണ് വരുന്നത്, ബിലോ ദ y ആക്സിസ് ആണ്. ഇതേ 1, -6. ഇങ്ങനെ ബാക്കിയുള്ള പോയിന്റ്സ് കൂടെ മാർക്ക് ചെയ്തേക്കുക. ഇനി ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ കണ്ടോ, ഗ്രാഫ് കണ്ടോ, അതിൻ്റെ ഷേപ്പ് നോക്കിയാൽ നിങ്ങൾ, ഈ ഷേപ്പിനെ നമ്മൾ പാരാബോളിക് ഷേപ്പ് എന്നാണ് പറയുന്നത്. പാരാബോള അത് ഒന്നല്ലെങ്കിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ തിരിച്ച് താഴേക്കും വരാം, ഓപ്പൺ അപ്വേർഡ്സ്, അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഈ ഗ്രാഫ് വന്നിരിക്കുന്ന ഈ ഒരു ഷേപ്പിലാണ് അല്ലേ, അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലും വരാം. ഈ രണ്ട് ഷേപ്പിലേ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുള്ളൂ. ഇത് ഓപ്പൺ അപ്വേർഡ്സ് എന്ന് പറയും, ഇത് ഓപ്പൺ ഡൗൺവേർഡ്സ്. അതായത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ, അതായത് ax² + bx + c = 0 എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ രണ്ട് ഷേപ്സ് ആണ് വരുന്നത്. ഐദർ ഓപ്പൺ അപ്വേർഡ്സ് ലൈക്ക് ഞാനിപ്പോൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഓപ്പൺ ഡൗൺവേർഡ്സ്. ഇതിനെ നമ്മൾ പറയുന്നത് എന്താ, ഈ ഷേപ്പിനെ നമ്മൾ പറയുന്നത് പാരാബോള എന്നാണ് പറയുന്നത്. ഇത് അപ്വേർഡ്സും ഡൗൺവേർഡ്സും രണ്ട് ഷേപ്പ് വരും എന്ന് പറഞ്ഞാൽ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? എയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് എ പോസിറ്റീവ് ആണെങ്കിൽ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എ ഏതാ? എന്ന് പറയുന്നത് x² കോയിഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്നത്, അവിടെ 1 ആണ്, പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ടാണ് ഇത് ഓപ്പൺ അപ്വേർഡ്സ് ആയിരിക്കുന്നത്. ഇനി എ നെഗറ്റീവ് ആണെങ്കിൽ, a <0 ആണെങ്കിൽ അത് ഓപ്പൺ ഡൗൺവേർഡ്സ് ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ ഇപ്പം ഗ്രാഫ് എ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇത് മുകളിലേക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അതേസമയം ഇതിപ്പോൾ -x² ആയിരുന്നെങ്കിൽ ഈ ഗ്രാഫ് കറസ്പോണ്ടിങ്ങിൽ എങ്ങനെ വരുള്ളായിരുന്നു? ഓപ്പൺ ഡൗൺവേർഡ്സ്, താഴേക്ക് ഓപ്പൺ ആയിട്ടിരിക്കും. ഇനി നമുക്ക് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫിൻ്റെ പല പല കേസസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഗ്രാഫിക്കൽ ഷേപ്പിന് നമ്മൾ പറയുന്നത് പാരാബോളിക് ഷേപ്പ് എന്നാണ് പറയുന്നത്. അത് എയുടെ വാല്യൂ അനുസരിച്ചിട്ട് എ പോസിറ്റീവ് ആണെങ്കിൽ ഓപ്പൺ അപ്വേർഡ്സും എ നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പൺ ഡൗൺവേർഡ്സും, അങ്ങനെ രണ്ട് കേസസ് വരും. ഇനി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് എക്സ് ആക്സിസിനെ രണ്ട് പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, അറ്റ് എ ആൻഡ് a'. ഇവിടെ അതെ a' ആൻഡ് a. അതായത് ആ രണ്ട് ഗ്രാഫും എക്സ് ആക്സിസിനെ രണ്ട് പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? നമ്മൾ ലീനിയർ ഗ്രാഫിൻ്റെ അകത്ത് പഠിച്ചായിരുന്നു, എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റും അതിൻ്റെ എക്സ് കോർഡിനേറ്റും 0 ഓഫ് ദ പോളിനോമിയലും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. അതുപോലെ ഇവിടെ ഇപ്പോൾ ഈ രണ്ട് പോയിന്റിൽ ഈ ഗ്രാഫ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? നമുക്ക് രണ്ട് സീറോസ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാലും എക്സ് ആക്സിസിൽ രണ്ട് പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര സീറോസ് ഉണ്ടാവും? രണ്ട് സീറോസ്. നമുക്കറിയാം ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഗ്രി 2 ആണ്. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്റ്റ് 2 സീറോസ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഗ്രാഫ് വരച്ചു കഴിയുമ്പോഴും നമുക്ക് ഇവിടെ രണ്ട് പോയിന്റ് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് രണ്ട് സീറോസ് എക്സിസ്റ്റ് ചെയ്യും. ഇനി അടുത്ത ഗ്രാഫ് നോക്കിക്കുകയും, ഇവിടെ ഷേപ്പ് എന്ത് തന്നെയാണ്? പാരാബോള തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് പോളിനോമിയൽ എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഗ്രാഫിൽ ഓപ്പൺ ഡൗൺവേർഡ്സും ഓപ്പൺ അപ്വേർഡ്സും അങ്ങനെ രണ്ട് ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു പോയിന്റിലെ എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ മീനിങ് എന്താ? അവിടെ ഒരു സീറോയെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് അല്ലേ. അതായത് ഫസ്റ്റ് കേസിൻ്റെ അകത്ത് അത് എക്സ് ആക്സിസിനെ രണ്ട് പോയിന്റ് കട്ട് ചെയ്യുന്നതുകൊണ്ട് ആ രണ്ട് പോയിന്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് ആയിരിക്കും 0 ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ സെക്കൻഡ് കേസിൽ ഇതൊരു പോയിന്റിലേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോഴേക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ടാവുകയുള്ളൂ? only 1 0. ഇനി അടുത്ത കേസ് നമുക്ക് നോക്കാം. തേർഡ് കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ രണ്ടും പാരാബോളിക് ഷേപ്പ് തന്നെയാണ്. അപ്പോൾ അത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിലെ ഗ്രാഫ് തന്നെയാണ് വരച്ചിരിക്കുന്നത്. പക്ഷേ ഇത് എക്സ് ആക്സിസിൽ എവിടെയെങ്കിലും ഇത് കട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇത് എക്സ് ആക്സിന് മുകളിലും ഇത് എക്സ് ആക്സിന് താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഇതിന് സീറോസ് ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം? ജനറലി ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു,
ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി 2 ആയതുകൊണ്ട് അതിന് അറ്റ്മോസ്റ്റ് 2 സീറോസ് എന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് മാക്സിമം 2 സീറോസ് വരെ വരാം. അത് 2 ആവാം, അല്ലെങ്കിൽ ഒരെണ്ണം ആവാം, അല്ലെങ്കിൽ നോ സീറോസ്. അതാണ് അറ്റ്മോസ്റ്റ് 2 സീറോസ് എന്ന് പറഞ്ഞ മീനിങ്. ഇത് നമുക്കിനി 3 പോളിനോമിയൽ എടുത്തിട്ട് അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്ന പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x + 6. അപ്പോൾ ഇതിൻ്റെ സീറോ കണ്ടുപിടിക്കാനായിട്ട് എന്നാ ചെയ്യേണ്ടത്? എക്സ് സ്ക്വയർ മൈനസ് 5x + 6 ഈക്വൽ ടു 0 ചെയ്യുക. ഇത് നമുക്ക് സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം ചെയ്ത് കഴിഞ്ഞാൽ -5x സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് 3x - 2x + 6 ഈക്വൽ ടു 0 എന്ന് എഴുതി. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എക്സ് കോമൺ എടുത്താൽ ഇവിടെ എക്സ് സ്ക്വയർ ആണ്. x - 3 - 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും x - 3 ഈക്വൽ ടു 0 എന്ന് വരും. ദെൻ x - 3 പിന്നെ നമുക്ക് കോമൺ എടുക്കാം, x - 2. സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം അറിയാമല്ലോ അല്ലേ. ഇനി അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന 2-3 മെത്തേഡ് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഈസി ആയിക്കോളും. ഈക്വൽ ടു 0. ഇനി ഈ പ്രോഡക്റ്റ് 0 ആണെന്നുണ്ടെങ്കിൽ x - 3 0 ആവണം, x - 2 0 ആവണം, അല്ലെങ്കിൽ x = 3 ഓർ x = 2. ഈ സെയിം ക്വസ്റ്റ്യൻ ഇന്നലെ ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 2 സീറോസ് കിട്ടി അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് കേസ്. ഗ്രാഫിൽ ഇപ്പോൾ ഞാൻ കാണിച്ചതിൽ ഫസ്റ്റ് കേസാണ്. അടുത്തത് ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2x + 1. 0 കിട്ടാനായിട്ട് 0 ഡിക്വേറ്റ് ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞാൽ x² - 2x + 1 എന്ന് പറഞ്ഞാൽ ഇതെന്താ? x - 1 ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഞാനത് x - 1 × x - 1 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെയോ x - 1 × x - 1 0 എന്ന് പറഞ്ഞാൽ രണ്ടും 0 ഡിക്വേറ്റ് ചെയ്യണം. അപ്പം x = 1, ഇവിടെയും 0 ഡിക്വേറ്റ് ചെയ്യുമ്പം x = 1. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയേക്കുന്ന 0 ഏതാ? only 1 0. അതായത് സെക്കൻഡ് കേസാണ്. ഗ്രാഫിൽ ഇപ്പോൾ കാണിച്ച സെക്കൻഡ് കേസാണ് ഈ x² - 2x + 1 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഞാനിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ച സെക്കൻഡ് കേസായിട്ട് വരും. ഇനി തേർഡ് കേസോ, ഇതിൻ്റെ 0 കിട്ടാനായിട്ട് പുട്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു 0, ദറ്റ് ഈസ് x² + 1 ഈക്വൽ ടു 0, അല്ലെങ്കിൽ x² = -1 എന്ന് കിട്ടും. നോക്കിയേ, ഇതൊരു നമ്പറിൻ്റെ സ്ക്വയർ വാല്യൂ എപ്പോഴെങ്കിലും -1 ഈക്വൽ ആവുമോ? ഇല്ല. വിച്ച് ഇസ് നോട്ട് പോസിബിൾ. അപ്പോഴേക്കും ഇതാണ് തേർഡ് കേസ്. ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് എന്ത് തന്നെയാണ്? പാരാബോള തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമുക്കിത് എക്സ് ആക്സിസിൽ ഒരു പോയിന്റിൽ ഇത് കട്ട് ചെയ്യില്ല. അതായത് ഫസ്റ്റിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ റഫ്ലി വരയ്ക്കുവാണെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്, പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാഫ് എന്തേ വരുള്ളൂ? ഓപ്പൺ അപ്വേർഡ്സ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഏതൊക്കെ പോയിന്റിൽ എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്നത്? അറ്റ് 2 and 3. അപ്പോൾ നമ്മൾ റഫ്ലി വരയ്ക്കുവാണെങ്കിൽ ഏകദേശം ഇങ്ങനെ വല്ലതായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് 2 ഇത് 3 ആണെന്നുണ്ടെങ്കിൽ സീറോസ് ഓഫ് ദ പോളിനോമിയൽ തന്നെ ആയിരിക്കും ആ ഗ്രാഫ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഈ സെയിം തന്നെ വരും, 2ഉം 3ഉം തന്നെ വരും. ഇനി സെക്കൻഡ് കേസ് എന്തായിരുന്നു? നമുക്ക് x² - 2x + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് only 1 0 കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാലും അത് 1 എന്ന് പറയുന്ന പോയിന്റ് മാത്രമേ കട്ട് ചെയ്യുള്ളൂ. അപ്പോഴേക്കും ഇതിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും വരുന്നത്? ഇതും ഓപ്പൺ അപ്വേർഡ്സ് ആണ്, കാരണം ഇവിടെ x² കോഎഫിഷ്യൻറ്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചു. ഇത് 2 3. അപ്പോൾ ഇത് 2 0, ഇത് 3 0 കട്ട് ചെയ്തു, ഇത് 1 0 കട്ട് ചെയ്തു. ലാസ്റ്റ് വൺ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? x² + 1, x² വാല്യൂ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഓപ്പൺ അപ്വേർഡ്സ് ആണ്. പക്ഷേ എങ്ങനെ വരുള്ളൂ ഇതിൻ്റെ ഗ്രാഫ്? നമുക്ക് എക്സ് ആക്സിസിൽ കട്ട് ചെയ്യില്ല. ഇത് എക്സ് ആക്സിസിൻ്റെ എബോവ് ദ എക്സ് ആക്സിസിലായിരിക്കും ഈ പാരാബോള ലൈ ചെയ്യുന്നത്. അപ്പോൾ x² + 1 എന്ന് പറയുമ്പോൾ സപ്പോസ് ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വരുന്നത്, x² + 1. അപ്പോൾ ഇതുമാണ് 3 ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അതിൻ്റെ സീറോസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മീനിങ് ഇതായിരുന്നു. അപ്പം ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര സീറോസ് വരാം? മാക്സിമം 2 സീറോസ്. അതുകൊണ്ടാണ് അത് പറയുന്നത് എന്താ? അറ്റ്മോസ്റ്റ് 2 സീറോസ്. അതിൻ്റെ മീനിങ് എന്താ? നോ സീറോസ് ആവാം, only 1 0 വരാം, അല്ലെങ്കിൽ 2 സീറോസ് വരാം. അടുത്തത് ഗ്രാഫ് ഓഫ് എ ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയലിനെ ജനറലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു ax³ + bx² + cx + d where a not equal to 0. ഇങ്ങനെയാണ് നമ്മളൊരു ക്യൂബിക് പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡിഗ്രി 3 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമ്പർ ഓഫ് സീറോസ് അറ്റ്മോസ്റ്റ് 3 സീറോസ്. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, അറ്റ്മോസ്റ്റ് 3 സീറോസ് ആണ്. ഡിഗ്രി 3 ആയതുകൊണ്ട് ക്യൂബിക് പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഗ്രാഫിന് പ്രത്യേകിച്ച് നമുക്കൊരു ഷേപ്പിന് പേര്, അതായത് ലീനിയർ പോളിനോമിയലിന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എപ്പോഴും അതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് ഈസ് ഓൾവേസ് പാരാബോള എന്ന് പറഞ്ഞു. either it is open upwards or downwards, depends on the value of a. പക്ഷേ ഈ ക്യൂബിക് പോളിനോമിയലിന് പ്രത്യേകിച്ച് നമുക്കൊരു ഷേപ്പിന് അതിൻ്റെ പേര് പറയാനൊന്നും പറ്റില്ല. അതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പലതിനും പല ഷേപ്പ് ആയിരിക്കും. ഇവിടെ നോക്കിയാൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വരച്ചിരിക്കുന്നത് y = x³ - 4x. x³ - 4x എന്ന് പറയുന്ന കർവ് ആണ് ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ ഇത് നോക്കി, ഇത് എത്ര പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്? 1
2 3 3 പോയിന്റ്സിൽ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോഴേക്ക് ഈ കട്ട് ചെയ്യുന്ന പോയിന്റ്സിന്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും എന്ത്? ഈ പോളിനോമിയലിന്റെ കറസ്പോണ്ടിങ് സീറോസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഗ്രാഫ് നോക്കിക്കേ. സെക്കൻഡ് ഗ്രാഫ് y ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. y ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. അവിടെയും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു പോയിന്റിൽ എക്സ് ഈക്വൽ ടു 0-യിലാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ അതിന്റെ 0 കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എക്സ് ക്യൂബ് ഈക്വൽ ടു 0. എക്സ് ക്യൂബ് 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 0 ആയെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയേ, ആ എക്സ് ഈക്വൽ ടു 0-യിൽ തന്നെയാണ് ഈ ഗ്രാഫ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഓൺലി 1 0. അടുത്ത ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 2 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഇതിന്റെ ഗ്രാഫ് വരുന്നത് y ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ. എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. അത് എക്സ് ആക്സിസിൽ എത്ര പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്? 2 പോയിന്റിൽ. ആ 2 കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും എന്ത്? ആ പോളിനോമിയലിന്റെ സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യൂബിക് പോളിനോമിയലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് 1 പോയിന്റിലെങ്കിലും എക്സ് ആക്സിസിലെ 1 പോയിന്റിലെങ്കിലും കട്ട് ചെയ്യും. പക്ഷേ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എങ്ങനെയായിരുന്നു? നമുക്ക് നോ സീറോസ് വരാം, അതായത് ഒരു എക്സ് ആക്സിൽ ഒരു പോയിന്റിൽ പോലും കട്ട് ചെയ്യാതെ വരാം, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ കട്ട് ചെയ്യാം, അതുകൊണ്ടാണ് ഓൺലി 1 0, അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് 2 പോയിന്റ്സിൽ കട്ട് ചെയ്യാം, ദറ്റ് ഈസ് 2 സീറോസ്. പക്ഷേ ക്യൂബിക് പോളിനോമിയലിന് ഉറപ്പായിട്ടും ഒരു പോയിന്റിൽ കട്ട് ചെയ്തിരിക്കും. നമ്മൾ എക്സ് ആക്സിസിൽ ഒരു പോയിന്റിലെങ്കിലും നമ്മൾ ക്യൂബിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ അത് ഉറപ്പായിട്ടും ഒരു പോയിന്റിലെങ്കിലും കട്ട് ചെയ്തിരിക്കും. അപ്പോൾ ഒരു പോയിന്റിൽ കട്ട് ചെയ്യാം, 2 പോയിന്റ്സിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം എത്ര പോയിന്റ്സിലേ കട്ട് ചെയ്യത്തുള്ളൂ? 3 പോയിന്റ്സിൽ. അപ്പോൾ ക്യൂബിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി 3 ആണ്. അത് അറ്റ്മോസ്റ്റ് 3 സീറോസ് വരെ ഒക്കർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ലീനിയർ പോളിനോമിയൽസ്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ്, ക്യൂബിക് പോളിനോമിയൽസ്, അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രാഫും അതിൻ്റെ നമ്പർ ഓഫ് സീറോസും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1. അവിടെ നമുക്ക് കുറച്ച് ഗ്രാഫ് കാണാം. നിങ്ങൾക്ക് ആ ഗ്രാഫിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എത്ര സീറോസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ കർവ് എക്സ് ആക്സിസിൽ ഒരു പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമ്പർ ഓഫ് സീറോസ് എന്തായിരിക്കും? 1. സെക്കൻഡ് ഗ്രാഫിലോ ഇവിടുത്തെ ഈ കർവ്, ഇതെന്ത് കർവാണ്? പരാബോളയാണ്. അപ്പോൾ അറിയാം ഈ കറസ്പോണ്ടിങ് ഇതിൻ്റെ പോളിനോമിയൽ എന്തായിരിക്കും? ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫാണ്. അവിടുത്തെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഓപ്പൺ ഡൗൺ വേർഡ്സ് വന്നിരിക്കുന്നത്. ഇനി ഇവിടുത്തെ നമ്പർ ഓഫ് സീറോസോ, ഇവിടെ എക്സ് ആക്സിസിൽ 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ നമ്പർ ഓഫ് സീറോസ് 2 ആണ്. ഇനി തേർഡ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് സീറോസ് 1 2 3. എക്സ് ആക്സിസിനെ 3 പോയിന്റ് കട്ട് ചെയ്യുന്നതുകൊണ്ട് 1 2 3 സീറോസ്. അടുത്ത ഡയഗ്രാം നോക്കിയാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇത് ലീനിയർ പോളിനോമിയൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫാണ്. അപ്പോഴേക്കും ഇവിടെ ഇതൊരു പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 0. ഇനി ഇതിൻ്റെ അകത്തോ ഇത് പരാബോളയാണ്, ഓപ്പൺ അപ്വേർഡ്സ് ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫാണ്. ഇവിടുത്തെ നമ്പർ ഓഫ് സീറോസോ 1, കാരണം ഇത് എക്സ് ആക്സിസിൽ ഒരു പോയിന്റിലാണ് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് നമ്പർ ഓഫ് സീറോസ് 1. അടുത്തത് ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസിന് എത്ര ടൈംസ് കട്ട് ചെയ്യുന്നുണ്ട്? 1 2 3 4 ടൈംസ് കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്പർ ഓഫ് സീറോസ് 4. അപ്പോൾ ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് സീറോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. നമുക്ക് എക്സസൈസ് 2.1 കൂടെ ചെയ്യാം. ആകെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ അകത്തൊന്നും അതുമല്ല എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് തരാനായിട്ടും അധികം ഇല്ല. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ ഇതും കൂടെ ചെയ്തു പോവാം. അപ്പോൾ ഇവിടെ നോക്കി, ഫസ്റ്റ് ഫിഗർ എന്താ? ഇതിൻ്റെ അകത്ത് നമ്പർ ഓഫ് സീറോസ് എഴുതാനായിട്ട് കേട്ടോ. ഫസ്റ്റ് ഫിഗറിൻ്റെ അകത്ത് എക്സ് ആക്സിസിൽ ഒരു പോയിന്റിലും കട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സീറോസ് ഇവിടെ എന്താ? 0. നമ്പർ ഓഫ് സീറോസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 0 എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കി, ഇപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? പക്ഷേ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് ലീനിയർ പോളിനോമിയൽ ആകുമോ? ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എക്സാക്ട്ലി 1 സൊല്യൂഷൻ അല്ലെങ്കിൽ 1 0 ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവിടെ എന്തുകൊണ്ടാണ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലീനിയർ കണ്ടു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷേ ഇതിൻ്റെ നമ്പർ ഓഫ് സീറോസ് നോക്കിയപ്പോൾ നമുക്ക് 0 കിട്ടി. എന്തുകൊണ്ടായിരിക്കും ഇത്? ഇപ്പോൾ ഇത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ കറസ്പോണ്ടിങ് ഞാൻ ഇതിൻ്റെ പോളിനോമിയൽ എഴുതുവാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു, സപ്പോസ് ഇത് 3 കൂടെ പാസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 3. മനസ്സിലായോ? ഇതൊരു കോൺസ്റ്റൻറ്റ് പോളിനോമിയലായിട്ടാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇത് y ഈക്വൽ ടു 3. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പം പി ഓഫ് എക്സ് എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്തിട്ട് y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. അപ്പോൾ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ y ഈക്വൽ ടു 3 4 അല്ലെങ്കിൽ ജനറലി പറയുവാണെങ്കിൽ y ഈക്വൽ ടു a എന്നുള്ള ഫോമിലാണ് ഇത് നിൽക്കുന്നത്. അതായത് ഇത് എന്ത് പോളിനോമിയലാണ്? ഇത് ലീനിയർ പോളിനോമിയൽ അല്ല. ഇതിന് എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫാണ്? y ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. അതുകൊണ്ട് തന്നെ അതിന് നോ സീറോസ്. ഇപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് സീറോസ് നമുക്ക് 0 ആണ് ആൻസർ. ഇനി സെക്കൻഡ് ഗ്രാഫ് നോക്കിക്കേ, അവിടുത്തെ നമ്പർ ഓഫ് സീറോസ് എന്താ? എക്സ് ആക്സിൽ ഒരു പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് സീറോസ് 1. ഇനി തേർഡ് നോക്കിക്കഴിഞ്ഞാലോ നമ്പർ ഓഫ് സീറോസ് 1
2 3 3 പോയിന്റ് കട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്പർ ഓഫ് സീറോസ് 3. ഇനി അടുത്ത ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് സീറോസ് പരാബോളയാണ്. അപ്പോൾ അത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫാണ്. ഇപ്പോൾ ഇവിടെ 2 പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്പർ ഓഫ് സീറോസ് 2. അടുത്ത ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് സീറോസ് 1 2 3 4 4 പോയിന്റ്സ് കട്ട് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് സീറോസ് 4. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എത്ര പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്? 1 2 3 അല്ലേ? 1 2 3. അപ്പോൾ നമ്പർ ഓഫ് സീറോസ് എന്താ? ഈ ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയലിൻ്റെ നമ്പർ ഓഫ് സീറോസ് പറയുന്നത് 3. അപ്പം ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് സീറോസിൻ്റെ എണ്ണം എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ സീറോസും കോയിഫിഷ്യൻസ് ഓഫ് പോളിനോമിയലും, അതായത് ax² + bx + c എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ കോയിഫിഷ്യൻസ് ഏതൊക്കെയാണ്? ABC. അപ്പോൾ ഈ സീറോസും ഈ കോയിഫിഷ്യൻസും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത ക്ലാസ്സിൽ വരുന്നത്. അത് കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതെടുക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.